ചേട്ടാ 2016 കേരളം മുഴുവൻ അലയടിച്ച ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. LDF വരും, എല്ലാം ശരിയാകും. വലിയ കുഴപ്പമില്ലാതെ ശരിയാക്കി തന്നെ മുന്നോട്ടേക്ക് പോയി. അതിനുശേഷം 2021 മറ്റൊരു മുദ്രാവാക്യം വന്നു, ഉറപ്പാണ് LDF. പക്ഷേ 2021 LDF അധികാരത്തിൽ കയറിയപ്പോഴാണ് ആദ്യത്തെ ആ ഒരു മുദ്രാവാക്യത്തിന് ഒരു വില ഉണ്ടായത്. LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുമല്ല, എല്ലാത്തിനെയും ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ അടുത്തത് വന്നിരിക്കുകയാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ. 2026 ടാഗ് ലൈനും മുദ്രാവാക്യവും അതാണ്. എന്റെ ചോദ്യവും അതാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ? അത് പ്രശാന്ത്, ആദ്യം 2016 LDF വരും, എല്ലാം ശരിയാകും. അപ്പൊ അത് എന്തോ ഒരു ഭാഗ്യത്തിന് LDF വന്നു, എല്ലാം ശരിയായോ എന്ന് നമുക്ക് അറിയത്തില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു ചേട്ടാ. 2016 മുതൽ ആ പറയുന്ന 2021 വരെ വലിയ കുഴപ്പമില്ലാതെ, എന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ പോലും അതൊക്കെ ക്ഷമിക്കാവുന്നതും പൊറുക്കാവുന്നതുമായ രീതിക്ക് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ 2021 അധികാരത്തിൽ കയറിയപ്പോഴാണ് എന്താ പറയുക, അല്പനർത്ഥം കിട്ടിയപ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന രീതിയിലുള്ള പരിപാടികളിലേക്കൊക്കെ നമ്മുടെ മുഖ്യന്റെ സഹമന്ത്രിമാരും പോയത്. പക്ഷെ ഇത്തവണത്തെ നമ്മുടെ വർത്തമാനം അതല്ല, നമ്മുടെ സംസാരം അതല്ല. മറ്റാരുണ്ട് LDF അല്ലാതെ? അതാണ് എനിക്ക് അറിയേണ്ടത്. മറ്റാരുണ്ട് LDF അല്ലാതെ? അതെ പ്രശാന്ത്, ഇതിലെ ഉറപ്പാണ് LDF എന്നാണ് 2021 വന്നത്. അയച്ചാൽ 2016 LDF വരും, എല്ലാം ശരിയാകും. അപ്പൊ അവർ പറയുന്ന അവരെല്ലാം ശരിയാക്കി. അപ്പൊ ഇനി വീണ്ടും ഉറപ്പാണ് LDF എന്ന് പറഞ്ഞു. അപ്പൊ ഉറപ്പായിട്ടും വന്നു. അപ്പൊ മൂന്നാമതും അവരിങ്ങനെ ഒരു എന്തോ പറയാ, ഒരു ഭാഗ്യപരീക്ഷണം പോലെ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എറണാകുളത്ത് തന്നെയുള്ള മൈത്രി എന്ന് പറയുന്ന ഒരു പരസ്യ ഏജൻസി ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അല്പം ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെയാണോ ഇത് ചെയ്യുന്നതെന്ന്. കാര്യം മൈത്രി എന്ന് പറയുന്ന ഏജൻസിയാണ് ആദ്യം ഇത്, എറണാകുളത്തൊരു വലിയ ഏജൻസിയാണ്. അവരാണ് ഈ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊണ്ടുവരുന്നത്. രണ്ടാമത് ഉറപ്പാണ് LDF അവർ തന്നെയാണ്. മൂന്നാമത് ഇത് വന്നിരിക്കുന്നത് മറ്റാരുണ്ട് LDF അല്ലാതെ. അപ്പൊ എനിക്ക് പ്രശാന്ത് നോക്കുവാണ്, ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം ഇതാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, LDF അല്ലാതെ മറ്റാരുണ്ട് ഈ കാട്ടിയ പോക്കൃത്തരങ്ങൾ കാണിക്കാൻ എന്ന നാടൻ ഭാഷയിൽ പറയും. ഈ കാട്ടിക്കൂട്ടിയ പോക്കൃത്തരങ്ങൾ, കൊള്ളരുതായ്മകൾ, ഇവിടെ കാണിച്ച വെട്ടുമേനികൾ, ഇവിടെ കാണിച്ച ഈ പറയുന്ന അധികാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, പോലീസിന്റെ തേർവാഴ്ചയുടെ, ഉദ്യോഗാർത്ഥികളോട് ആശാവർക്കർമാരോട് ഇത്തരത്തിൽ അഹങ്കാരം കാണിച്ച മറ്റേതൊരു സർക്കാരുണ്ട് ഞങ്ങളല്ലാതെ? മറ്റാരുണ്ട് ഞങ്ങളെപ്പോലെ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചത്. എന്നെപ്പോലെ ലോകത്ത് ഇത്രയും വലിയൊരു അഹങ്കാരി വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സംശയങ്ങളുണ്ട്. കിറ്റിലൂടെ അധികാരത്തിൽ കയറിയ മറ്റാരുണ്ട്? കിറ്റിലൂടെ അധികാരത്തിൽ കയറിയത് പോയിന്റ് ആണ്. പക്ഷേ ഇതിന്റെ അർത്ഥം മറ്റാരുണ്ട് LDF അല്ലാതെ, മറ്റാരുണ്ട് LDFനെ പോലല്ലാതെ ഈ പോക്കൃത്തരങ്ങൾ കാട്ടിക്കൂട്ടിയവരെന്ന്. കാര്യം അവർ പറയുന്നത് എന്തൊക്കെയെന്നറിയോ? അവർ ടൂറിസം മേഖലയിൽ കൊമ്മണ്ടിക്ക കൊഴിച്ചു, ഇവിടെ ദേശീയപാത കൊമ്മണ്ടിക്ക കൊഴിച്ചു, പിന്നെ വേറെ എന്തൊക്കെയോ അവര് സത്യത്തിൽ ഞാൻ ഒരു കാര്യം, പക്ഷെ ഇതിനകത്ത് എല്ലാത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ആരോഗ്യ രംഗത്തെയും കൂടെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്. അത് എപ്പോഴേ കാണിച്ചു, അല്ല അത് എപ്പോഴേ കാണിച്ചു, വളരെ നന്നായി. അതെ, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് കേരള സർക്കാരിന്റെ ഏറ്റവും വിജയകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ആരോഗ്യ രംഗമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പറയുമ്പോൾ സർഗാസ്റ്റിക് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാതെ ഇത് ഞാൻ സർഗാസ്റ്റിക് ആയിട്ട് ഞാനും ഇത് സർഗാസം പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞതിനെ സർഗാസ്റ്റിക് ആയിട്ട് മാത്രം എടുക്കുക. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഒരു തെറ്റും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ സ്ത്രീക്ക് അല്പം അയണിന്റെ കുറവുണ്ടായിരുന്നു. അത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ മരുന്ന് മേടിക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഒരു കത്രി വെച്ച് കൊടുക്കുക, അതാകുമ്പോഴേക്കും അയൺ ആവശ്യത്തിന് കിട്ടിക്കോളൂ. അതൊരു നല്ല കാര്യമല്ലേ ചെയ്തത്. പിന്നെ കണ്ണിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാണാത്ത കാഴ്ചകൾ പലതും കണ്ടൊരുത്തം വന്നു. അയാൾക്ക് കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അയാളുടെ കൈയുടെ പ്രശ്നം അയാളുടെ കാഴ്ചകളുടെ പ്രശ്നമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്ത ഒരു തെറ്റാണോ? പിന്നെ ഈ പറയുന്ന അലർജി ആയിട്ട് വന്ന കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റിയത്, കൈ ഉണ്ടെങ്കിലല്ലേ അലർജി ഉള്ളടുത്ത് ചൊറിഞ്ഞ് വ്രണമാക്കുള്ളൂ, കൈ അങ്ങ് മുറിച്ച് മാറ്റി. നമ്മൾ നല്ല കാര്യങ്ങളാണ് സാർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണുമ്പോൾ തെറ്റായി പോകുന്നത് നമ്മുടെ കുഴപ്പമല്ലല്ലോ, നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമല്ലേ. സിസ്റ്റമാണ് എല്ലാത്തിനും പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മല മറിച്ച് വെച്ചേനെ, അറിയോ? ആ സിസ്റ്റം ഒന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി തായോ. ഞാൻ മല മറിക്കുന്ന കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, എന്റെ പഴയ സഹപ്രവർത്തക, ഇപ്പോഴത്തെ ആരോഗ്യരംഗത്തെ മന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇതൊന്നും എന്റെ കുഴപ്പമല്ല. പിന്നെ എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്, എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കുകയല്ല പണി. പിന്നെ ഇവരുടെ പണി എന്താണെന്നും കൂടി വരുന്ന പറയണം. എന്തായാലും കുടുംബത്ത് പോയിരുന്ന ഭർത്താവിന് കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നില്ല ഇവര്. അത് കാരണം കൊണ്ടാണ് ഇത്തവണത്തെ മത്സര രംഗത്തേക്ക് വരുമ്പോഴേക്കും സ്വന്തം കുടുംബക്കാർ പോലെ എതിരാണെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് എന്റെ വിശ്വാസവും, അല്ലേ?
ഭർത്താവ് പോലും ഇത്തവണ ഒരു മത്സരരംഗത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നില്ല. കാരണം പുള്ളിക്ക് അറിയാം ഇതിനേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കുടുംബത്തിരിക്കുന്നവർ തുമ്മി തുമ്മി മരിക്കുമെന്നുണ്ട്. കാരണം അജാതി പക്ഷെ നല്ല അഭിനേത്രിയാണ്. ആ പെടലി നാടകം നമ്മൾ കണ്ടതാണ്. പിന്നെ ഉള്ളത് മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഞാൻ ഒന്നും പറയാനായിട്ടില്ല. കാരണം അദ്ദേഹത്തെ നാട് മുഴുവൻ പറഞ്ഞ് അദ്ദേഹത്തിന് തീരെ വയ്യാതായിട്ടൊരു അവസ്ഥയുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരുമാൻ ഈ അത്യാവശ്യമായിട്ട് ഇനിയിപ്പോ റിയാസ് മന്ത്രിയായിട്ടെങ്ങാനും എങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വീണ ചേച്ചി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫോണിൽ നിന്ന് ആ ഇൻസ്റ്റാഗ്രാം അങ്ങ് ഡിലീറ്റ് ചെയ്തൊന്ന് കളഞ്ഞു തരണം. കാരണം അതിൽ റീൽ ഇടാണ്ട് മാത്രമേ പുള്ളിക്ക് നേരമുള്ളൂ. പുള്ളിക്കല്ലാതെ നാട് നന്നാക്കാനൊന്നും നേരമില്ല. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ എണ്ണം എടുത്തെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. ഇത്രയും നാണം കെട്ട ഇത്രയും പരാജയമായ ഒരു ഭരണം കാഴ്ചവെച്ചിട്ട് ഉളുപ്പെന്ന് പറയുന്ന സാധനം തൊലിക്കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കാനുള്ള ഈ പറയുന്ന എന്താ പറയുക തൊലിക്കട്ടി ഇതാർക്കുണ്ട്? അല്ല പ്രശാന്ത്, ഇതിനകത്ത് ഇത് ടാഗ് ലൈൻ ആണ്. ഇതിപ്പോ പിന്നെ LDF വരും, എല്ലാം ശരിയാകും, ഉറപ്പാണ് LDF, ഇപ്പം മറ്റാരുണ്ട് LDF അല്ലാതെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും PR സംഘത്തിന്റെ, അതായത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വരുന്നവര് PR സംഘമാണ്. PR സംഘത്തിന്റെ കയ്യിലെ ഒരു ചട്ടുകം മാത്രമാണ് അദ്ദേഹം. അപ്പോൾ ഈ പറയുന്ന അതിജീവിതയുടെ വിഷയം, അത് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒരു ഏരിയ എങ്ങനെ കയ്യിലെടുക്കാമെന്നുള്ളത് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏരിയയിൽ എങ്ങനെ ഏത് രീതിയിൽ ഏരിയ പിടിക്കാം, നമ്മൾ തനി നാടൻ ഭാഷയിൽ ഏരിയ പിടിക്കാന്ന് പറയും. അത്തരത്തിൽ ഏരിയ പിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് വളച്ചു കെട്ടുക. അതെ, മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് തന്നിലേക്ക് ആകർഷണം കൊണ്ടുവരിക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ താനായിരിക്കണം ആകർഷണ കേന്ദ്രം. ഈ ആകർഷണ കേന്ദ്രം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് CPM-ന്റെ ജോലിയാണ്, അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരുടെ ജോലിയാണ്. എല്ലാ ആകർഷണവും അദ്ദേഹത്തിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ഇനി ആരുമില്ല. അദ്ദേഹത്തിന് ശേഷം പ്രളയമാണ് കേരളത്തിൽ. ഇനി അദ്ദേഹത്തിന് ശേഷം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പദത്തിൽ ഇരിക്കാൻ ആരും യോഗ്യനല്ല. അദ്ദേഹം അല്ലാതെ ഇനി ആ സീറ്റിൽ ആരിയ്ക്കും എന്ന ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ അടുത്തിടയ്ക്ക് അവരുടെ ഒരു എന്താ പറയാ ഒരു മന്ത്രിമാരുടെയും മറ്റുമൊക്കെ ആയിട്ട് അവര് ഭരണത്തിനെതിരെയോ കേന്ദ്ര ഭരണത്തിനെതിരെയോ ഒരു ഉപവാസം സംഘടിപ്പിക്കുന്നു. അത് ഏതാണെന്ന് കൃത്യമായിട്ട് കാര്യം അവരുടെ നാടകങ്ങൾ നമുക്കെന്ന് ഓർത്തു വയ്ക്കാനൊന്നും നേരമില്ല. അവര് മൊത്തത്തിൽ നാടകമാണല്ലോ. അവിടെയാണ് MP നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സൈബർ ഏൽപ്പിച്ചിരിക്കുന്നത്. നിരന്തരം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനല്ല, ഇത്തരം കാര്യങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഒരു കപ്പ് ഉയർത്തിപ്പിടിച്ച് ആ ഇടയ്ക്കാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾ അപ്പൊ അതിജീവിതയ്ക്ക് വേണ്ടി അദ്ദേഹം ആ കപ്പിൽ എഴുതിയിരുന്നത് ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന കപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെള്ളം കുടിക്കണം. അപ്പൊ അതുവരെ അദ്ദേഹത്തിന് പറഞ്ഞു വെച്ച് സെറ്റ് ചെയ്ത സാധനമാണ്. ശരി ആവട്ടെ, അതൊരു ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് സെറ്റ് ചെയ്തൊരു സാധനമാണ്, നമ്മൾ നോക്കുന്നു. ഇതേപോലെ സെറ്റ് ചെയ്ത ഒരു സാധനം പൊളിഞ്ഞു പോയൊരു സാധനമുണ്ട്. അതറിയാവോ? ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അവരുടെ വികസന മുന്നേറ്റ യാത്ര നടത്തുന്ന സമയത്ത് പാവം ഒരു അച്ചായിയോട് പറഞ്ഞു വെച്ചു, ഒരു ചേട്ടനോട്, പാവം നമ്മൾ അത് സസ്പെൻസ് കളയരുത്, ഞാൻ പറഞ്ഞു വരികയാണ്. കഥ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ, ആയിക്കോട്ടെ, എന്നാലും അത് സസ്പെൻസ് പറയും. ഒരു കഥ പറഞ്ഞു വരുമ്പോ ആ കഥയുടെ സസ്പെൻസ് ഒരു കഥ പറഞ്ഞു വരുമ്പോ സസ്പെൻസ് കളയരുത്. ഏതായാലും അത്തരത്തിലൊരു നാടകവും അദ്ദേഹം കാട്ടിക്കൂട്ടി. ആ ഒരു നാടകവും പൊളിഞ്ഞു. എങ്ങനെ? ആ നാടകവും പൊളിഞ്ഞു. ആ നാടകം പൊളിഞ്ഞ് രണ്ടാമത്തെ PR വർക്കും പൊളിയുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പറയുകയാണെങ്കിൽ മലപ്പുറം പരാമർശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് ഇംഗ്ലീഷിലെ ദേശാഭിമാനിയായ ഹിന്ദുവിലാണ് അദ്ദേഹം ഈ പറയുന്ന മലപ്പുറത്തിനെതിരെ പരാമർശം വന്നത്. അങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെ നടക്കണം? പിന്നെ ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീലാണ്. മുഖ്യമന്ത്രി വേദിയിലിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിനാണ്. പ്രസാദ് മിനിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് അദ്ദേഹത്തിനെ റിസീവ് ചെയ്യാനായി ഒരു പെൺകുട്ടി ഒരു റോസാപ്പൂവുമായി വരുന്നുണ്ട്. ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞു ആ റോസാപ്പൂ തന്റെ കൈ തരണ്ട, അവിടെ മേശപ്പുറത്ത് വയ്ക്കാൻ. അപ്പൊ പ്രസാദ് മിനിസ്റ്റർ അന്തം വിട്ട് നോക്കുന്നുണ്ട്. കാര്യം ഇതുവരെയുള്ള ഇദ്ദേഹത്തിന്റെ ബിഹേവിംഗ് എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ ഒരു വളരെ ബോറായിട്ടുള്ള ഒരു ഭാഷ, മലയാള ഭാഷ നമ്മുടെ വായി വരാത്തതുകൊണ്ട് ഒരു മനുഷ്യന് പെരുമാറാത്ത രീതിയിൽ വളരെ മെറുങ്ങേട്ട രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഇതൊരു നാടൻ ഭാഷയെ മെറുങ്ങേട്ട രീതി എന്നുള്ള. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആ പെൺകുട്ടിയോട് ആ പൂ എടുക്കാൻ പറയുന്നു. പാവം ആ പെൺകുട്ടി പേടിക്കുക, പ്രസാദ് മിനിസ്റ്റർ പേടിക്കുക. എന്നിട്ട് പിന്നീട് അദ്ദേഹം കാണിക്കുന്ന ഒരു നാടകമാണ്. ആ പൂ തനിക്ക് തരാനോ അല്ലെങ്കിൽ അത് ഇന്ന രീതിയിൽ തരാനോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുക. അതാണ്. പിന്നെ ഒരു ഉദാഹരണം കൂടെ ഒന്ന് പറയാനുണ്ട്. അതായത് നമ്മുടെ ബാലരാമപുരത്ത് ഒരു 21 വയസ്സുകാരി പിന്നെ അമ്പൂരി പഞ്ചായത്ത് അംഗം, ആ പെൺകുട്ടി അദ്ദേഹത്തോട് സെൽഫി എടുക്കാൻ പോയപ്പോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏറ്റവും മോശമായി പെരുമാറിയിട്ട് വന്നിട്ട് പിന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ചെന്ന് പറയുന്നുണ്ട്.
ഏതായാലും മമ്മൂട്ടിയെയും കൊണ്ടുവന്ന് ചൊറിമലയിലും പോയി അവിടുത്തെ പാർട്ടി സെക്രട്ടറിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ട് അതിനും മാപ്പ് പറഞ്ഞ് PR നേടി. മോഹൻലാലിനെ ഇരുത്തി മരങ്ങോടനല്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾ അറിയുന്ന ആളല്ല, ഞാനൊരു അതാണ് മാടയാണ് കൂടെയാണ് എന്ന PR വർക്ക് നടത്തി. ഏതായാലും PR വർക്കുകളിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സർക്കാർ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റാരുമില്ല പ്രശാന്ത് ചെയ്യാൻ. ചേട്ടാ ഇപ്പോഴത്തെ ഈ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് അത് കോപ്പിയാണ് കേട്ടോ. ആ PR വർക്ക് പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, മറ്റൊരിടത്തുനിന്ന് കോപ്പിയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴീ ചൂരൽമല വിഷയത്തിൽ വിവാദത്തിൽപ്പെട്ടു പോയ മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ്. ആഷിക് കപൂർ, അടുത്ത ഇടതുപക്ഷ അനുഭാവിയാണ് ആഷിക് കപൂർ. ഈ ആഷിക് കപൂറിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഗ്യാങ്സ്റ്റർ. ആഷിക് കപൂറിന്റെ ആദ്യത്തെ ചിത്രം എന്നാണ് അതിനെ പറയുന്നതെങ്കിൽ പോലും ആദ്യമായിട്ട് ഇറങ്ങിയത് ഡാഡി കൂളാണ്. അതിനുശേഷം പുള്ളി ഒരു കടുത്ത മമ്മൂട്ടി ആരാധകനാണ്. അപ്പൊ പുള്ളി ഇറക്കിയ ആ ചിത്രത്തില് വില്ലൻ ക്യാരക്ടർ വന്ന് മമ്മൂട്ടിയുടെ ഡയലോഗ് പറയുമ്പോഴേക്കും മമ്മൂട്ടി ഒരു കപ്പ് ഇങ്ങനെ ചായ കുടിച്ച് പൊക്കി കാണിക്കുന്നുണ്ട്. അതിനടിയിൽ വില്ലനോട് പറയാനുള്ള ഡയലോഗ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് പച്ചയ്ക്ക് കോപ്പി അടിച്ചിട്ടാണ് കേട്ടോ ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുള്ളത്. എനിവേ, അതൊന്നും നമ്മുടെ കുഴപ്പമൊന്നുമല്ല. ഈ നികേഷിനെ കുറിച്ചൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, അദ്ദേഹം പരാജയമൊന്നും അല്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കന്നി എന്നാൽ കന്നുകൂട്ടത്തിൽ എന്നൊരു പഴമൊഴിയുണ്ട്, കേട്ടിട്ടുണ്ടോ? കന്നി എന്നാൽ കന്നുകൂട്ടത്തിലേ ചെല്ലുള്ളൂ. ഈ ആൽപ്പന്മാർ ചെന്ന് കഴിഞ്ഞാൽ അത് ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലുള്ളൂ എന്ന് പറഞ്ഞ പോലെ പുള്ളി പണ്ടൊരു കെന്റിലെ വെള്ളം കോളിഫോം പരിശോധിച്ച കഥ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ? അത് ഞാൻ ഇനിയിപ്പോ ഇവിടെ സസ്പെൻസ് പൊളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ വീട്ടിൽ വെള്ളം എടുക്കാനായിട്ട് എന്റെ പൊന്നു കേട്ടാ ഒന്നെങ്കിൽ പൈപ്പ് തിരിച്ച് വെള്ളം എടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന തൊട്ടിയും കയറും ഇറക്കി വെള്ളം കോരിയെടുത്ത് പരിശോധിക്കും. പക്ഷേ ആദ്യമായാണ് ഒരു സ്ഥാനാർത്ഥി കോളിഫോം പരിശോധിക്കുവാനായിട്ട് കിണറിന്റെ ഉള്ളിലിറങ്ങി കിണറിന്റെ വട്ടത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് വെള്ളം തേവിയെടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ഇനിയിപ്പം കൊളിഫോം ബാക്ടീരിയ വെള്ളം പൊന്തി വരുമ്പോഴേക്കും ബക്കറ്റിൽ നിന്ന് ചാടി പോകുന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല പുള്ളി അത് ചെയ്ത്. അത്രയും ബുദ്ധി വികസിച്ച ഒരു വ്യക്തിയാണ്. എന്തായാലും നല്ലൊരു മാധ്യമപ്രവർത്തകനായിരുന്നു, ഞങ്ങളെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കുഞ്ഞുനാളുകളിൽ അദ്ദേഹം. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നിരിക്കെ ഇപ്പോഴത്തെ നമ്മുടെ സംസാരം അതൊന്നുമല്ല. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള നമ്മുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെങ്കിലും കാലം പറയട്ടെ, മറ്റാരുണ്ട് എന്നുള്ളത്. കാരണം പൊതുജനം കഴുതകളല്ലല്ലോ.